ഡിവൈൻ കൂട്ടായ്മയുടെ ഒരു കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ പ്രിയവരെ, ഈ കൺവെൻഷനിൽ നിങ്ങൾക്കൊരു ജ്വലനം വേണം. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കണം. അതിന് 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. താഴ്വാരം വിട്ട് മല കയറിയെങ്കിൽ 2 വാക്കുകളുണ്ട് അവിടെ. ഒന്ന് താഴ്വാരം, 2 മല. എന്താ താഴ്വാരം, എന്താ മല, നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താ താഴ്വാരം എന്ന് ചോദിച്ചാൽ, ഈ ലോകമെന്ന താഴ്വാരം, പാപമെന്ന താഴ്വാരം, ദുശീലങ്ങൾ എന്ന താഴ്വാരം, അശുദ്ധി എന്ന താഴ്വാരം, വെറുപ്പ് വൈരാഗ്യം എന്ന താഴ്വാരം, അനുസരണക്കേടെന്ന താഴ്വാരം, പാപക്കൂട്ടുകെട്ടുകളുടെ താഴ്വാരം, വെറുപ്പ് വൈരാഗ്യം എന്ന താഴ്വാരം, ഇതൊക്കെ താഴ്വാരങ്ങളാ മക്കളെ. ഈ ലോകമെന്നതൊരു താഴ്വാരമാണ്. പാപം എന്നത് താഴ്വാരമാണ്. ദുശീലങ്ങൾ താഴ്വാരമാണ്. അശുദ്ധി താഴ്വാരമാണ്. അനുസരണക്കേട് താഴ്വാരമാണ്. നിരാശ, ദുഃഖം താഴ്വാരമാണ്. ഈ ലോകത്തിലെ പാപക്കൂട്ടുകെട്ടുകൾ താഴ്വാരമാണ്. മലയെന്ന് പറയുന്നത് ദൈവം ഇറങ്ങി വരുന്ന സ്ഥലം, ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം, ദൈവം സംസാരിക്കുന്ന സ്ഥലം, ദൈവിക തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം. അതാണ് വിശുദ്ധ ബൈബിളിലെ മലകൾ. 100-ാമത്തെ വയസ്സിൽ അബ്രഹാത്തിന് ഇസഹാക്കിനെ കിട്ടിയപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ മകൻ ഇസഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയി എനിക്കായിട്ട് ബലിയർപ്പിക്ക്. ആ മകനെ ബലിയർപ്പിക്കാൻ അബ്രഹാം കൊണ്ടുപോയി. മലയിലെത്തി ബലിപീഠം ഒരുക്കി. ബലിമൃഗത്തെ, മകനെ കൈയും കാലും കെട്ടി ആ ബലിപീഠത്തിൽ കിടത്തി അവനെ ബലിയർപ്പിക്കാൻ കത്തി ഉയർത്തിയപ്പോൾ ദൈവം ഇറങ്ങി വന്ന സ്ഥലം മോറിയ മല. ദൈവം സംസാരിച്ച സ്ഥലം മോറിയ മല. ദൈവം പറഞ്ഞു, അബ്രഹാം, നിന്റെ മകനെ ഇസഹാക്കിനെ ബലിയർപ്പിക്കണ്ട. നിന്റെ ബലി ഞാൻ സംപ്രീതനായിരിക്കുന്നു. പകരം ആ മുൾക്കെട്ടിൽ കിടക്കുന്ന ആട്ടിൻകുട്ടിയെടുത്ത് നീ ബലിയർപ്പിച്ചാൽ മതി. അടുത്ത ചോദ്യം, മോശയ്ക്ക് ദൈവാനുഭവം ഉണ്ടായത് ഏത് മലയിലാണ്? എന്നാൽ മോശയ്ക്ക് ദൈവാനുഭവം ഉണ്ടായത് ഹോറേബ് മലയിലാണ്. കത്തിച്ചൊലിക്കുന്ന മുൾപടർപ്പിന് മുൻപിൽ നിൽക്കുമ്പോൾ മോശ നോക്കുമ്പോൾ ആ മുൾപടർപ്പ് കത്തിച്ചാമ്പലാകുന്നില്ല, അതിങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുക. ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിന്ന സ്ഥലം, ദൈവിക ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവിക സാന്നിധ്യം ഉണ്ടായ സ്ഥലം, അതാ ഹോറേബ് മല. ഇനി 10 കൽപ്പനകൾ മോശയ്ക്ക് കൊടുത്ത് ഏത് മലയിൽ വെച്ച? സീനായി മല. അതിൻ്റെ പ്രത്യേകത എന്താ? ദൈവം സംസാരിച്ച സ്ഥലം, ദൈവിക തീരുമാനം നടന്ന സ്ഥലം. 10 കൽപ്പനകൾ ഞാൻ നിങ്ങളും അനുഷ്ഠിക്കണമെന്ന് തീരുമാനം നടന്ന സ്ഥലമാണ് സീനായി മല. ഇനി ഏലിയാക്ക് ദൈവാനുഭവം ഉണ്ടായ മല ഏതാ? കാർമൽ മല. കാർമൽ മല. ഇനി പത്രോസിന്, യാക്കോബിന്, യോഹന്നാന് ദൈവാനുഭവം ഉണ്ടായ മല ഏതാ? താബോർ മല. യേശു രൂപാന്തരപ്പെട്ടത്. പത്രോസിനും യാക്കോബിന്, യോഹന്നാനും കാഴ്ചയുണ്ടായ സ്ഥലം. ഇനി യേശു ബലിയർപ്പിച്ച മല ഏതാ? ഗാഗുൽത്താ മല. ഗാഗുൽത്താ മല. വിശുദ്ധ ബൈബിളിലെ മലകൾ അച്ഛൻ പറഞ്ഞു നിങ്ങളോട്. ഈ മലകളുടെ പ്രത്യേകത, ദൈവം ഇറങ്ങി വന്നതാണ് അവിടേക്ക്. ദൈവിക സാന്നിധ്യം നിറഞ്ഞതാണ്. ദൈവം സംസാരിച്ചതാണ്. അതാണ് ഈ ധ്യാനത്തിലൂടെ നടക്കേണ്ടത്. നിങ്ങൾ താഴ്വാരങ്ങൾ വിടണം, ആത്മീയ മല കയറണം, ആത്മീയ മനുഷ്യരായി മാറണം. എന്ന് നിങ്ങൾ താഴ്വാരങ്ങൾ വിട്ട് ആത്മീയ മലകയറ്റം നടത്തുന്നു, ആത്മീയ മനുഷ്യരായി മാറുന്നുവോ, അന്ന് നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വരും. നിങ്ങൾ അഗ്നിയാൽ ജ്വലിക്കുന്ന വ്യക്തികളായി മാറും. അച്ഛൻ കോയമ്പത്തൂർ 9 വർഷം ഉണ്ടായിരുന്നു. ഇവിടുന്ന് പോയത് കോയമ്പത്തൂരാണ്. അപ്പം അവിടെ അടുത്ത് മൈക്കിൾ പാളയം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ധ്യാനിപ്പിക്കാൻ ചെന്നേക്കുക. 3 ദിവസത്തെയാണ്. പകൽ കൂട്ടമാണ്, പകൽ ധ്യാനമാണ്. വെള്ളിശനി ഞായർ. അപ്പം ഞാൻ ധ്യാനിപ്പിക്കാൻ ചെന്നു. ഞാൻ ഇവിടെ സ്റ്റേജിൽ പാട്ട് സ്തുതിപ്പം നടക്കുന്നു. കൊന്ത കഴിഞ്ഞ് പാട്ട് സ്തുതിപ്പും ഞാനാണെങ്കിൽ പുറകിലെ മുറിയിലിരുന്ന് കൊന്തയേലി പ്രാർത്ഥിക്കുക. അവിടെ ആരാധനയും വെച്ചിട്ടുണ്ട്. അടുത്തത് എൻ്റെ പ്രസംഗമാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വോളണ്ടിയേഴ്സ്
മുറിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഫാദർ, എങ്ങൾക്ക് മുഖ്യമാണ് ഒരു കാര്യം தேவை. 53 വർഷമായി മഴ കിട്ടിയിട്ടില്ല. കുളങ്ങൾ വറ്റി വരണ്ട് കിടക്കുന്നു, കിണറുകൾ വറ്റി വരണ്ട് കിടക്കുന്നു, വയലുകൾ വറ്റി വരണ്ട് കിടക്കുന്നു. കൃഷി ഇറക്കാൻ പറ്റുന്നില്ല, പട്ടിണിയാണ്. കോയമ്പത്തൂരിന്ന് ടാങ്കർ ലോറിയിൽ പണം കൊടുത്ത് വെള്ളം വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾ ജീവിക്കുന്നു. അച്ചോ, ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് മഴ വാങ്ങിത്തരണം. അപ്പോൾ എന്തുകൊണ്ട് 53 വർഷം ഈ ദേശത്ത് മഴ പെയ്തില്ല? പെട്ടെന്ന് എനിക്ക് ബൈബിളിലെ 2 കാര്യങ്ങളെ ഓർമ്മ വന്നു. ഒന്ന്, പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിലെ സംഭവം. 2, 1 പത്രോസ് 3:15.